രണ്ടു ദിവസം നിർത്താത്തൊരു മഴ പെയ്താലോ, ഒരു കാറ്റടിച്ചാലോ, ഉരുൾപൊട്ടിയാലോ, ഒരു മണ്ണൊലിപ്പ് വന്നാലോ, ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ടിവിയിലോ പത്രങ്ങളിലോ വാർത്തയായി വരുമ്പോൾ നമ്മളിലെ പ്രബുദ്ധ മലയാളി പറയുന്നൊരു കമന്റ് ഉണ്ട്. എന്നാലും കഷ്ടമായി പോയല്ലേ അവരുടെ കാര്യം. അവരെങ്ങനെ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കും? എത്ര നാൾ അവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരും? എങ്ങനെയാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരിക? ഈ സർക്കാരിന് ഇവരെ ഒന്ന് സഹായിച്ചുകൂടെ? എത്രയോ സമ്പന്നന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊന്ന് വിചാരിച്ചാൽ ഈ പാവങ്ങളെ രക്ഷിച്ചുകൂടെ? ഒരിക്കൽ ഒരു സന്യാസി ഒരു ഗ്രാമത്തിൽ എത്തി. ഗ്രാമത്തിലെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം നിരവധി കഥകൾ പറയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സാരോപദേശ കഥകൾ കേൾക്കാൻ നിരവധി ആളുകൾ ഇന്നും അവിടെ തടിച്ചുകൂടാറുണ്ട്. ഒരു ദിവസം സന്യാസി ദാനധർമ്മത്തെ പറ്റിയുള്ള ഒരു വലിയ കഥ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ ദാനധർമ്മം ചെയ്യാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? കേട്ടുനിന്ന ജനങ്ങൾ ഒന്നടങ്കം കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ എന്തും ദാനം ചെയ്യുവാൻ തയ്യാറാണ് സന്യാസി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ 10 ഏക്കർ കൃഷിയിടമുള്ളവർ 5 ഏക്കർ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ തയ്യാറാണോ? അവർ കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ സന്യാസി ചോദിച്ചു, നിങ്ങളിൽ 10 പവൻ സ്വർണമുള്ളവർ അതിന്റെ പകുതി ഇല്ലാത്തവന് നൽകാൻ തയ്യാറാണോ? വീണ്ടും അവർ കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് സന്യാസി. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങളിൽ 2 വീടുള്ളവർ 1 ഇല്ലാത്തവന് നൽകാൻ തയ്യാറാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച ശേഷം സന്യാസി ചോദിച്ചു, നിങ്ങളിൽ 2 കാളകളുള്ളവർ 1 ഇല്ലാത്തവന് നൽകാൻ തയ്യാറാണോ? ആരും കൈകൾ ഉയർത്തിയില്ല. എല്ലാവരും നിശബ്ദമായി നിന്നു. ഉടനെ സന്യാസി ഒന്ന് പുഞ്ചിരിച്ച ശേഷം പറഞ്ഞു, ഇതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളിലെ യഥാർത്ഥ മനുഷ്യൻ പുറത്തു വന്നത്. ഈ ഗ്രാമം പാവപ്പെട്ട കർഷകരുടേതാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളിൽ 2 വീടോ 10 ഏക്കർ പുരയിടമോ 10 പവന്റെ സ്വർണമോ ഉള്ള ആരും തന്നെയില്ല. മറിച്ച് നിങ്ങൾ എല്ലാവരും കർഷകരായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2 കാളകൾ വീതമുണ്ട്. നിങ്ങൾക്ക് ഇല്ലാത്തത് ദാനം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഉള്ളത് ദാനം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരും തന്നെ തയ്യാറായില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർ സഹായിക്കട്ടെ, സമ്പന്നന്മാർ സഹായിക്കട്ടെ എന്ന് കരുതുമ്പോൾ നമ്മൾക്ക് എന്താണുള്ളത് അതിൽ നിന്ന് ഇല്ലാത്തവന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുവാൻ നാം തയ്യാറാണോ? നമ്മുടെ കേരളത്തിൽ അതീവ പട്ടിണിയിൽ കഴിയുന്ന ആരും തന്നെ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് എല്ലാവരും. എന്നാൽ നമ്മളിൽ ഉള്ളതിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നാം തയ്യാറാണോ എന്ന് ചിന്തിക്കണം. നമ്മൾക്ക് ഒരുപാട് സ്വത്തോ ഒരുപാട് സ്വർണമോ ഒരുപാട് സമ്പത്തോ ഉള്ളതിൽ നിന്ന് ഒരു വിഹിതം മറ്റൊരാൾക്ക് നൽകുന്നതിലല്ല, മറിച്ച് നമ്മൾക്ക് ഇല്ലായ്മയിൽ നിന്ന് നമ്മളുടെ ഉള്ളതിന്റെ ഒരു പകുതി മറ്റൊരാൾക്ക് നൽകുന്നതിലാണ് അർഹതയുള്ളവന്റെ കൈകളിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥ ദാനധർമ്മം. സഹതപിക്കാൻ നമ്മളെ കൊണ്ട് ഏവരും ആകും. എന്നാൽ ആ സഹതാപത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദാനധർമ്മം ചെയ്യാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ മറ്റുള്ളവന്റെ കഷ്ടപ്പാടിനോട്, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകളോട്, പ്രയാസങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷത്തിലെത്തുകയുള്ളൂ, നമ്മളിലെ മനുഷ്യൻ നിർവൃത്തി അടയുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാ എല്ലാവരും നമ്മൾക്കുള്ളതിന്റെ ഒരു പങ്ക് മറ്റുള്ളവന് ദാനധർമ്മം ചെയ്യാൻ തയ്യാറാണ്? Good thoughts, good life.